ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി ലേഖകൻ രാജ്മോഹൻ. സംസ്ഥാനത്തെ നീർച്ചാലുകൾ ശുചീകരിച്ച് പുനരുജ്ജീവിപ്പിക്കുന്നതിന് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒന്നാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ക്യാമ്പയിൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെ നടത്തുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി കൊച്ചി നഗരസഭയിലെ പുഞ്ചത്തോടിലെ നീരൊഴുക്ക് സുഗമമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ഇതിന്റെ ഉദ്ഘാടനം പൊന്നുരുന്നിയിൽ നടന്ന ചടങ്ങിൽ മുൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും ജില്ലാ ജഡ്ജിയുമായിരുന്ന പി മോഹൻദാസ് നിർവഹിച്ചു. കൊച്ചി നഗരസഭയിലെ വൈറ്റില, പൊന്നുരുന്നി, തമ്മനം, പാലാരിവട്ടം എന്നീ ഭാഗങ്ങളിലായാണ് പുഞ്ചത്തോട് ഒഴുകുന്നത്. തോട് ഒഴുകുന്ന പ്രദേശങ്ങളുടെ മാപ്പ് തയ്യാറാക്കൽ, ഭവന സന്ദർശനം, ബോധവൽക്കരണം, ആരോഗ്യ സർവേ, നിയമ ബോധവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നഗരസഭ, ഇറിഗേഷൻ തുടങ്ങിയ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് തോടിന്റെ വീണ്ടെടുക്കൽ പ്രവർത്തനം നടത്തുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ ചെറുതും വലുതുമായ മുഴുവൻ നീർച്ചാലുകളെയും പൂർണ്ണമായും മലിനമുക്തമാക്കി വീണ്ടെടുക്കുകയും തുടർ മലിനീകരണം തടയുകയും ചെയ്യുക എന്ന ലക്ഷ്യം ഇതിലൂടെ കൈവരിക്കും. തെളിനീരൊഴുകിയിരുന്ന പുഞ്ചത്തോട് നിലവിൽ മാലിന്യം നിറഞ്ഞതാണ്. വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളും വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഒഴുക്കിവിടുന്ന മലിനജലവും മൂലം പുഞ്ചത്തോടിന്റെ ഒഴുക്ക് കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. വ്യവസായ വാണിജ്യ വകുപ്പിനു വേണ്ടി കേരള സംസ്ഥാന ബാംബു മിഷൻ സംഘടിപ്പിക്കുന്ന 21ാമത് കേരള ബാംബു ഫെസ്റ്റ് കൊച്ചിയിൽ നടന്നു. എറണാകുളം മറൈൻ ഡ്രൈവിൽ നടന്ന ബാംബു ഫെസ്റ്റ് ഇന്ന് സമാപിക്കും. മുള മേഖലയിലെ കരകൗശല നിർമ്മാതാക്കളും മുള മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഗവേഷണ സ്ഥാപനങ്ങളും ഫെസ്റ്റിൽ പങ്കെടുത്തു. 180 സ്റ്റാളുകളിലായി കേരളത്തിൽ നിന്നും 300ഉം പുറത്തുള്ള 10 സംസ്ഥാനങ്ങളിൽ നിന്നും 50ഓളം കരകൗശല പ്രവർത്തകരും മുള അനുബന്ധ സ്ഥാപനങ്ങളും ഭൂട്ടാനിൽ നിന്നുള്ള ബാംബു കരകൗശല നിർമ്മാതാക്കളും മേളയിൽ പങ്കെടുത്തു. സംസ്ഥാന ബാംബു മിഷൻ മുഖേന സംഘടിപ്പിച്ച ഡിസൈൻ വർക്ക്ഷോപ്പിലും പരിശീലന പരിപാടികളിലും രൂപകൽപ്പന ചെയ്ത പുതുമയുള്ളതും വ്യത്യസ്തവുമായ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി പ്രത്യേക ബാംബു ഗാലറിയും സജ്ജമാക്കിയിരുന്നു. ദിവസവും വൈകുന്നേരം മുളവാദ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള കലാ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. മുളയരി, മുളക്കൂമ്പ് എന്നിവയിൽ നിർമ്മിച്ച വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകളും മുള നഴ്സറികളും മേളയുടെ ആകർഷണങ്ങളായി. സീപോർട്ട് എയർപോർട്ട് റോഡ് 2ാം ഘട്ട നിർമ്മാണത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചു. സീപോർട്ട് എയർപോർട്ട് റോഡ് NAD മഹിളാലയം ഭാഗത്തിന്റെ നിർമ്മാണത്തിനുള്ള 19(1) വിജ്ഞാപനം ഉടൻ ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. കിഫ്ബി അനുവദിച്ച 569 കോടി രൂപ നോഡൽ ഏജൻസിയായ RBDCക്ക് റവന്യൂ വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. സ്ഥലമുടമകളുടെ ഹിയറിംഗിനുള്ള നടപടികളും സമയബന്ധിതമായി പൂർത്തിയാക്കും. 2 പതിറ്റാണ്ടിലേറെ നീണ്ട തടസ്സങ്ങൾ പരിഹരിച്ചാണ് റോഡിന്റെ തുടർ നിർമ്മാണത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത്. തടസ്സങ്ങൾ പരിഹരിച്ചതിനെ തുടർന്ന് HMDയുടെ ഭൂമി ലഭിക്കുന്നതിനായി കെട്ടിവെക്കേണ്ട 18,77 ലക്ഷം രൂപ കഴിഞ്ഞ മാസം സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചു. 2ാം ഘട്ട നിർമ്മാണത്തിനായി HMDയുടെ 404 സെന്റ് ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. റോഡ് വികസനത്തിനായി തുക കെട്ടിവെച്ച് ഭൂമി വിട്ടു നൽകണമെന്ന് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിട്ടിരുന്നു. NADയുടെ ഭൂമി ലഭിക്കുന്നതിനുള്ള 23 കോടി രൂപയും ഉടൻ ഗവൺമെന്റ് അനുവദിക്കും. 2 ഘട്ടങ്ങളിലായി നടപ്പാക്കുന്ന 25.8 കിലോമീറ്റർ സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ ആദ്യഘട്ടം ഇരുമ്പനം മുതൽ കളമശ്ശേരി വരെ 11.3 കിലോമീറ്റർ ദൂരമാണ്. 2ാം ഘട്ടം കളമശ്ശേരി HMD റോഡ് മുതൽ കൊച്ചി എയർപോർട്ട് വരെ 14.4 കിലോമീറ്റർ ദൂരവും. ഇതിൽ ആദ്യഘട്ടം 2019 പൂർത്തീകരിച്ചു. അവശേഷിക്കുന്ന 14.4 കിലോമീറ്ററിന്റെ നിർമ്മാണം 4 സ്ട്രെച്ചുകളിലായാണ് നടപ്പാക്കുന്നത്. 2.7 കിലോമീറ്റർ ദൂരം വരുന്ന HMD മുതൽ NAD വരെയുള്ള ഭാഗം, NAD മുതൽ മഹിളാലയം വരെയുള്ള 6.5 കിലോമീറ്റർ ഭാഗം, മഹിളാലയം മുതൽ ചൊവ്വര വരെയുള്ള 1 കിലോമീറ്റർ ദൂരം, ചൊവ്വര മുതൽ എയർപോർട്ട് വരെയുള്ള 4 കിലോമീറ്റർ എന്നിവയാണ് ഈ സ്ട്രെച്ചുകൾ. ജില്ലാ വൃത്താന്തം സമാപിച്ചു.